PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള ഇന്ത്യൻ പോളിറ്റി എന്ന ടോപ്പിക്കിൽ പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കേരള PSCയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും, നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം നമ്മുടെ ചാനലിലൂടെ. അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് വരാൻ നോക്കാം. പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ. ഞാൻ പാർലമെൻറ്റിനെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലോട്ട് വരാവേ. ഇന്ത്യൻ പാർലമെൻറ്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയാണ് പാർലമെൻറ്റ്. ഈ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. പാർലമെൻറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. ലോക്സഭയും രാജ്യസഭയും. പിന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾപ്പെടുന്നതാണ്? ലോകസഭ, രാജ്യസഭ, അതുപോലെ തന്നെ പ്രസിഡന്റ്. ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും കൂടി ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇനി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂഡൽഹിയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ 79 ഇന്ത്യൻ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 79. ഇനി ഇതിൻ്റെ പിൻകോഡ് നമ്മൾ അറിഞ്ഞിരിക്കണേ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പിൻകോഡ് എത്രയാ? 110-001 110-001 110-001 ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പിൻകോഡെന്ന് പറയുന്നത്. ഇനി ഇത് വേറൊരു പേരിൽ അറിയപ്പെടും. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ വേറൊരു പേരെന്താ? സംസദ് ഭവനാണ്. സംസദ് ഭവൻ എന്നറിയപ്പെടുന്നു. ഇനി ഇന്ത്യൻ പാർലമെൻറ്റ് രൂപകൽപ്പന ചെയ്തതാരാ? പാർലമെൻറ്റ് മന്ദിരം. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എഡ്വിൻ ലുട്യൻസും ഹെർബർട്ട് ബെക്കറും കൂടി ചേർന്നാണ് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. എഡ്വിൻ ലുട്യൻസും ഹെർബർട്ട് ബെക്കറും. ഇനി ഇത് ഉദ്ഘാടനം ചെയ്തു ആരാ? ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ചെയ്ത വർഷം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? 1927 ജനുവരി 18 എന്ത് ഉദ്ഘാടനം ചെയ്യുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ആരായിരിക്കും? 1927 ജനുവരി 18 ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ആരാ? ലോർഡ് ഇർവിനാണ്. 1927 കാലഘട്ടത്തിൽ ആരാ? ലോർഡ് ഇർവിൻ പ്രഭു അല്ലേ? അപ്പം പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഇർവിൻ പ്രഭുവാണ്. ഇത്രയും പോയിന്റ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിൻകോഡ് സംസദ് ഭവൻ, പിന്നെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദ്വിമണ്ഡല സഭയാണ്. ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും കൂടെ ചേർന്നാണ് പാർലമെൻറ്റ്. പിന്നെ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയാണ്. അപ്പോൾ ഇത്രയും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാൻ നോക്കാം. PSC ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ളതാണിത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിനുള്ള അനിയന്ത്രിതമായ അധികാരങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിന് ഇല്ല. ഭരണഘടനാ വ്യവസ്ഥകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നത്. അധികാരത്തിൻ്റെ കാര്യത്തിൽ പാർലമെൻറ്റിൻ്റെ സഭകൾ തമ്മിൽ നാമമാത്രമായ വ്യത്യാസം രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തമ്മിൽ ഉണ്ട്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെൻറ്റാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെൻറ്റാണ്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് കേട്ടോ. ലിസ്റ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പം ഞാൻ ജസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോവാം. യൂണിയൻ ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ PSC ഇങ്ങനെ ചോദിക്കത്തുള്ളൂ, ലോട്ടറി താഴെ പറയുന്നവയിൽ ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ലോട്ടറി അത് യൂണിയൻ ലിസ്റ്റാണ്. പെട്ടെന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് ഒന്നും എഴുതിയേക്കല്ല കേട്ടോ, മാർക്ക് പോവേ. ലോട്ടറി, സെൻസസ്, ഇൻഷുറൻസ്, ബാങ്കിങ്,
പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ ടെലഗ്രാഫ്, പിന്നെ പൗരത്വമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പൗരത്വം, UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC, CBI, കോർപ്പറേഷൻ നികുതി, ഇതൊക്കെ എന്താണ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ്. ഇൻഷുറൻസ്, ലോട്ടറി, സെൻസസ്, ബാങ്കിങ്, പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ ടെലഗ്രാഫ്, പൗരത്വം, UPSC, CBI, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. യൂണിയൻ ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും ആണുള്ളത്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. കൺകറൻറ്റ് ലിസ്റ്റ് നമുക്കറിയാം ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, അപ്പം നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്ന ആരാ? യൂണിയൻ ലിസ്റ്റിൽ പാർലമെൻറ്റാണ്. ഇനി സമവർത്തി പട്ടിക എന്ന് പറഞ്ഞാൽ എന്താ? കൺകറൻറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റിനും പാർലമെൻറ്റിനും അധികാരമുണ്ട്. സമവർത്തി പട്ടികയിലെ ഒരേ വിഷയത്തിൽ പാർലമെൻറ്റും സ്റ്റേറ്റും നിയമനിർമ്മാണം നടത്തുന്ന പക്ഷം സ്റ്റേറ്റ് നടത്തിയ നിയമനിർമ്മാണത്തിന് പ്രസിഡന്റിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല എങ്കിൽ കേന്ദ്രം നിർമ്മിച്ച നിയമം നിലനിൽക്കും. അവശിഷ്ടാധികാരങ്ങളിൽ മേൽ നിയമനിർമ്മാണം നടത്തുന്നതും പാർലമെൻറ്റാണ്. അവശിഷ്ടാധികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഭരണഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അധികാരമാണ് അവശിഷ്ടാധികാരം. റെസ്യൂഡറി പവർ. അപ്പോൾ സമവർത്തി പട്ടികയിലെ വിഷയങ്ങളിൽ പാർലമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്താം. ആ ടോപ്പിക്ക് പിടികിട്ടിയോ? കൺകറൻറ്റ് ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന വനങ്ങൾ, വിദ്യാഭ്യാസം, ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ക്ലാസ് വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് ചോദിച്ചാൽ മതി. ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ലിസ്റ്റിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഓരോ ലിസ്റ്റിൽ ഉൾപ്പെട്ട സബ്ജക്റ്റുകൾ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിയ പോയിന്റ്. ഒരു സംസ്ഥാനത്ത് ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ എത്ര? 356 പ്രയോഗിച്ചു. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരം ആർക്കാ ഉള്ളത്? അത് പാർലമെൻറ്റിനാണ്. ആർട്ടിക്കിൾ 250 പ്രകാരം. ആർട്ടിക്കിൾ 250. അടുത്ത പോയിന്റിലോട്ട് വരാം. നോക്കോ, രാജ്യസഭ 2/3 ഭൂരിപക്ഷത്തിൽ പ്രമേയം പാസാക്കുന്ന പക്ഷം ദേശീയ താൽപ്പര്യം മുൻനിർത്തി സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. ആർട്ടിക്കിൾ 249 പ്രകാരം രാജ്യസഭ 2/3 ഭൂരിപക്ഷത്തിൽ പ്രമേയം പാസാക്കുന്ന പക്ഷം ദേശീയ താൽപ്പര്യം മുൻനിർത്തി സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരം പാർലമെൻറ്റിനുണ്ട്. പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അന്താരാഷ്ട്ര ഉടമ്പടികൾ നടപ്പാക്കുന്നതിന് ആവശ്യമാണെന്ന് കണ്ടാൽ സംസ്ഥാന ലിസ്റ്റിലെ ഏത് വിഷയത്തിലും നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. 252 പ്രകാരം. പാർലമെൻറ്റാണ് രാജ്യത്തെ ധനവിനിയോഗം നിയന്ത്രിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ അനുമതി കൂടാതെ ഒരു പൈസ പോലും ചെലവഴിക്കാൻ എക്സിക്യൂട്ടീവിന് അധികാരമില്ല. യൂണിയൻ ബജറ്റ് പാസ്സാക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ പുതിയ നികുതി നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകുന്നതും പാർലമെൻറ്റാണ്. യൂണിയൻ ബജറ്റ് പാസ്സാക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ പുതിയ നികുതി നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നതും പാർലമെൻറ്റാണ്. മണി ബില്ലുകൾ ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത്. രാജ്യസഭയ്ക്ക് മണി ബില്ലിന് മേൽ അധികാരമില്ല. പാർലമെൻറ്റ് അനുവദിച്ച പണം എക്സിക്യൂട്ടീവ് വിനിയോഗിക്കുന്നത് യഥാവിധിയാണോ എന്ന് പരിശോധിക്കുന്നത് പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും എസ്റ്റിമേറ്റ് കമ്മിറ്റിയുമാണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. എക്സിക്യൂട്ടീവ് അതിൻ്റെ നിർവഹണത്തിന് വീഴ്ചകൾക്കും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് പാർലമെൻറ്റിനാണ്. എക്സിക്യൂട്ടീവ് അതിൻ്റെ നിർവഹണത്തിനും വീഴ്ചകൾക്കും ഉത്തരവാദപ്പെട്ടിരിക്കുന്നത് പാർലമെൻറ്റിനോടാണ്.
അവിശ്വാസ പ്രമേയത്തിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്ന് നീക്കാൻ പാർലമെൻറ്റിന് കഴിയും. അവിശ്വാസ പ്രമേയത്തിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്ന് നീക്കാൻ പാർലമെൻറ്റിന് കഴിയും. ഒരു ബില്ലിനെ നിരാകരിക്കാനോ മന്ത്രിസഭയിലെ ബജറ്റ് നിർദ്ദേശത്തെ തള്ളിക്കളയാനോ പാർലമെൻറ്റിന് സാധിക്കും. ഇതൊക്കെ അധികാരത്തിൽ വരുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളെക്കുറിച്ചോ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ പാർലമെൻറ്റിൽ ചർച്ച നടത്തുന്നതിന് ആ വിഷയം പാർലമെൻറ്റിൽ അംഗങ്ങൾക്ക് ഉന്നയിക്കാം. ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളെക്കുറിച്ചോ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ പാർലമെൻറ്റിൽ ചർച്ച നടത്തുന്നതിന് ആ വിഷയം പാർലമെൻറ്റിൽ അംഗങ്ങൾക്ക് ഉന്നയിക്കാം. അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മന്ത്രിമാർ ബാധ്യസ്ഥരാണ്. മന്ത്രിമാർ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പാർലമെൻറ്റ് നിയോഗിക്കുന്ന പ്രത്യേക സമിതിയുണ്ട്. ഇക്കാര്യത്തിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ ശക്തമായ അധികാരമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുക്കുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്തോണം കേട്ടോ. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളൊക്കെ ഞാൻ ക്ലാസ് തന്നിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ എത്രയാണ്? ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റാണ്. ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368 368. ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368. ഇക്കാര്യത്തിൽ ഇരുസഭകൾക്കും തുല്യ അധികാരമാണ് ഉള്ളത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ തുടങ്ങിയവരെ തൽസ്ഥാനത്തിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റിന് അതിൻ്റെ അംഗങ്ങളെയും സഭയുടെ പ്രിവിലേജ് ലംഘിക്കുന്ന അംഗങ്ങൾ അല്ലാത്തവരെയും ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. സാധാരണഗതിയിൽ ഈ നടപടി കോടതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയില്ല. ഓക്കെ. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിൽ പാർലമെൻറ്റ് അംഗങ്ങൾ പങ്കെടുക്കുന്നു. പാർലമെൻറ്റിലെ വിവിധ കമ്മിറ്റികളിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും പാർലമെൻറ്റാണ്. പാർലമെൻറ്റിലെ വിവിധ കമ്മിറ്റികളിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും പാർലമെൻറ്റാണ്. എ നേഷൻ ഇൻ മിനിയേച്ചർ എന്ന് പാർലമെൻറ്റിനെ വിശേഷിപ്പിക്കാറുണ്ട്. പൊതുജന അഭിപ്രായമാണ് പാർലമെൻറ്റിൽ പ്രതിഫലിക്കുന്നത്. ജനതയുടെ ജീവിതത്തിന് നേരെ പിടിച്ച കണ്ണാടിയായ പാർലമെൻറ്റാണ് ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കണം. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ അധികാരം എടുക്കുന്ന എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്ന കാര്യം നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ പോലും നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോജനമായിട്ട് വരും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. പ്രയോജനപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, PSC അതൊക്കെ ഞാൻ ഉടനെ, എസ്റ്റിമേറ്റ് കമ്മിറ്റിയും ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാവേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്